4 മാസത്തിനിടെ 10 കേസുകളിലായി 22 പേർക്ക് വധശിക്ഷ വിധിച്ച ഉത്തർപ്രദേശിലെ മുസാഫർനഗർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി രവികുമാർ ദിവാകറിന്റെ കോടതിയിൽ നിന്ന് 100ഓളം കൊലപാതക കേസുകൾ മാറ്റി. ഫാസ്റ്റ് ട്രാക്ക് കോടതി നമ്പർ 3ന്റെ അധ്യക്ഷനായ രവികുമാർ ദിവാകറിന്റെ പക്കൽ വിചാരണയിലുണ്ടായിരുന്ന വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കേസുകളാണ് മേൽക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാറ്റിയത്. ജില്ലാ സെഷൻസ് ജഡ്ജി വീരേന്ദ്ര കുമാർ സിംഗ് പുറപ്പെടുവിച്ച ഭരണപരമായ ഉത്തരവിലൂടെയാണ് കേസുകൾ അദ്ദേഹത്തിന്റെ സ്വന്തം കോടതിയിലേക്ക് തിരിച്ചുവിളിച്ചത്. ജഡ്ജി രവികുമാർ ദിവാകറിന്റെ കോടതിയിൽ നിന്ന് തങ്ങൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ ലഭിച്ചേക്കുമെന്ന ശക്തമായ ആശങ്ക അഭിഭാഷകരും കക്ഷികളും ഉന്നയിച്ചിരുന്നതായി മുസാഫർനഗർ ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രമോദ് ത്യാഗി വ്യക്തമാക്കുന്നു. ഇതേ തുടർന്നാണ് ഭൂരിഭാഗം തർക്ക കേസുകളും മാറ്റാൻ തീരുമാനമായത്. കേസ് വിചാരണ ഏത് കോടതിയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുന്നത് ജില്ലാ ജഡ്ജിയുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണെന്നും ഇത് സാധാരണയായി നടപ്പിലാക്കുന്ന ഭരണപരമായ നടപടി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 46-കാരനായ ജഡ്ജി രവികുമാർ ദിവാകർ 2025 നവംബർ മുതലാണ് മുസാഫർനഗറിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച് വരുന്നത്. 2009 അസംഗഡിൽ അഡീഷണൽ സിവിൽ ജഡ്ജിയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം സുൽത്താൻപൂർ, ബുധൌൺ, വാരാണസി, ബറേലി തുടങ്ങിയ സ്ഥലങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബികോമും LLM-ഉം പൂർത്തിയാക്കിയ ലക്നൌ സ്വദേശിയായ ഇദ്ദേഹം ബറേലിയിൽ സേവനത്തിലിരിക്കെ 13 വധശിക്ഷകൾ വിധിച്ചിരുന്നു. ഇതോടെ ഇദ്ദേഹം ഇതുവരെ വിധിച്ച ആകെ വധശിക്ഷകളുടെ എണ്ണം 35ആയി ഉയർന്നു. നേരത്തെ വാരാണസിയിൽ സിവിൽ ജഡ്ജിയായിരിക്കെ രാജ്യശ്രദ്ധ നേടിയ ഗ്യാൻവാപ്പി പള്ളി സമുച്ചയത്തിൽ വീഡിയോഗ്രാഫിക് സർവേ നടത്താൻ ഉത്തരവിട്ടതിലൂടെയാണ് രവികുമാർ ദിവാകർ ദേശീയ തലത്തിൽ പ്രശസ്തനായത്. പിന്നീട് മുസാഫർനഗറിലെത്തിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ വിധികൾ വീണ്ടും നിയമവൃത്തങ്ങളിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, കവർച്ച തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കേസുകളിലാണ് ഇദ്ദേഹം അപൂർവങ്ങളിൽ അപൂർവമെന്ന് ചൂണ്ടിക്കാണിച്ച് കടുത്ത ശിക്ഷകൾ വിധിച്ചത്. ഏപ്രിൽ 6-നാണ് മുസാഫർനഗറിൽ അദ്ദേഹം ആദ്യമായി വധശിക്ഷ വിധിപ്രസ്താവം നടത്തിയത്. 45 ലക്ഷം രൂപയുടെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അഭിഭാഷകനായ മുഹമ്മദ് സമീറിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്കാണ് അന്ന് വധശിക്ഷ ലഭിച്ചത്. തുടർന്ന് ഏപ്രിൽ 28-ന് 2019 ഒരു കൊലപാതക കേസിൽ ഒരു സ്ത്രീക്കും അവരുടെ 3 ആൺമക്കൾക്കും അദ്ദേഹം വധശിക്ഷ വിധിക്കുകയുണ്ടായി. മെയ് 30-ന് 2011 നടന്ന സ്ത്രീയുടെയും 6 വയസ്സുകാരനായ മകന്റെയും വധത്തിൽ 50-കാരനായ റഹീസിന് വധശിക്ഷ നൽകിയ കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിച്ചു. തുടർന്ന് ജൂൺ 20-ന് രാജേന്ദ്ര സൈനി കൊലപാതക കേസിൽ ഗജേന്ദ്ര, രാം കിരൺ എന്നിവർക്കും കോടതി മരണശിക്ഷ ഉറപ്പാക്കി. ജൂലൈ 2-ന് കൃത്യനിർവഹണത്തിനിടെ ഹോംഗാർഡ് രഥിറാമിനെ കുത്തിക്കൊലപ്പെടുത്തിയ ദീപക് എന്ന പ്രതിക്കും അപൂർവങ്ങളിൽ അപൂർവം എന്ന നിരീക്ഷണത്തോടെ വധശിക്ഷ നൽകി.